ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്, എങ്ങനെയാണ് മാത്സ് റിവിഷൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് IT ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. സോ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ മാത്സ് പഠിക്കണം എന്നാണ്, എങ്ങനെ മാത്സ് റിവിഷൻ ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് ഷരുൺ സാറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മാത്സ് അധ്യാപകരാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു ചാനലുണ്ട്, സയോലേൺ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് മാത്സിൻ്റെ വീഡിയോകളൊക്കെ ആ ചാനൽ തന്നെ കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചാനൽ ഒന്ന് കയറി നോക്കണം. അപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞു തരും എങ്ങനെ വേണം മാത്സ് പഠിക്കാനെന്ന്. സോ സാർ, ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോ സബ്ജക്റ്റും, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണമെന്ന് കുട്ടികളോട് പറയാറില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാനാണ്. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മാത്സ് കുട്ടികൾ പഠിക്കുന്നത്? അതെ, ഈ ഇംഗ്ലീഷ് പോലെയും മലയാളം പോലെയൊക്കെ വായിച്ച് പഠിക്കാൻ മാത്സ് എന്തായാലും കഴിയില്ല. യെസ്, അത് ചെയ്തു തന്നെ പഠിക്കണം. നമുക്ക് ഓർമ്മയിൽ മാത്സ് നിൽക്കണമെങ്കിൽ ഒരു 3 തവണ തന്നെയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായ ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചാലേ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കുമ്പോൾ എക്സാമിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഞാനൊക്കെ പഠിക്കാൻ എനിക്ക് ഓർമ്മ, ഞാനൊരു മാത്സിൻ്റെ ആൻസർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ബുക്കിൽ ഒരു മാത്സ് ചെയ്ത് വെച്ചത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആണല്ലേ ചെയ്യാന്ന്. പക്ഷെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. അതിന് കാരണം ഒരു പക്ഷേ ഇത് ചെയ്ത് പഠിക്കാൻ നോക്കി മനസ്സിലാക്കുന്നത് അബദ്ധമാണ്. പകരം നമ്മൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ. ചില കുട്ടികൾ പരീക്ഷ പേപ്പറിൽ നമുക്ക് ഈസി ആയ ചാപ്റ്റർ, അതായത് നമുക്കിപ്പം മൂന്നാമത്തെ ചാപ്റ്റർ ഒരു പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതമാണ്, അത് നോക്കി ഇങ്ങനെ മറച്ചു വിടും. എളുപ്പമാണല്ലോ, മറച്ചു വിടും. അത് ചെയ്തു നോക്കാതെ മറച്ചു വിടും. പക്ഷേ എക്സാം പേപ്പറിൽ ആ ചോദ്യം വരുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ചെയ്തു തന്നെ പഠിക്കണം. എത്ര ഈസി ആയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു തവണ തന്നെയെങ്കിലും ചെയ്തു നോക്കുക. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചാപ്റ്ററിലും ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതേപോലെ പരീക്ഷയ്ക്ക് വരാറുണ്ടോ എന്നുള്ളത്. അങ്ങനെ വരുമോ? എന്തായാലും ചോദിക്കും. ഇപ്പോൾ ഈ അടുത്തൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതേപടി വരെ ചോദിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്പേഴ്സ് ഒക്കെ മാറുമായിരിക്കും. ക്വസ്റ്റ്യൻ അതേപോലെ നമ്പേഴ്സ് ഇപ്പോൾ 5 പകരം ഒരു 13 ആവാം. ആ രീതിയിലുള്ള ഒരു മാറ്റം മാത്രമാണ് വരുന്നത്. അതേപടി തന്നെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വർക്കുകളും ചെയ്ത് പഠിക്കുക, എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ. അതേപോലെ മാത്സിൽ ഈസി ആക്കാൻ ഈ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ അല്ലാതെ നമുക്ക് മറ്റേതൊക്കെ ചോദ്യങ്ങൾ നോക്കാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവസാനത്തെ 4 വർഷത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, 4 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 16ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും കേട്ടോ. അതായത് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം. അതൊരു പോയിന്റ് ആണ്. പലപ്പോഴും കുട്ടികൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കുന്നത് SSLC പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരിക്കും. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് സാർ പറഞ്ഞത്? അതായത് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ എക്സാം പേപ്പർ, പിന്നെ നമുക്കുള്ള ഇത്, പിന്നെ കൂടാതെ വേണേൽ സേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും. 5 ക്വസ്റ്റ്യൻ പേപ്പറോളം കിട്ടും. അപ്പോൾ ഒരു 4 വർഷം നോക്കുമ്പോൾ നമുക്ക് 4 × 5 20 ക്വസ്റ്റ്യൻ പേപ്പറായി. നമുക്ക് ഒരുപാട് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ വേണമെങ്കിൽ അങ്ങനത്തെ 1-2 വെബ്സൈറ്റുകൾ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം. 14 ക്വസ്റ്റ്യൻ പേപ്പർ വരണം. എനിക്കൊന്ന് കൊറോണയുടെ ആ ടൈമിലൊക്കെ ഓണപരീക്ഷ നടക്കാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പരീക്ഷ നടക്കാത്തതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എണ്ണം കുറയും. എങ്കിലും കഴിഞ്ഞ 2019 മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 15 ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും കാണാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ ഒരു 60 മാർക്ക് എന്തായാലും കിട്ടും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചോദ്യ പേപ്പറുകൾ മാത്രം ചെയ്താൽ, അതായത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ 10-15 ചോദ്യ പേപ്പർ, കഴിഞ്ഞ 3-4 വർഷത്തെ 10-12 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ 60 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത്. അതിലെല്ലാ വർക്കുകളും ചെയ്ത് പഠിക്കണം, എല്ലാം ചെയ്ത് പഠിക്കണം. നിർബന്ധമായും കിട്ടും, എന്തായാലും കിട്ടും. 80 മാർക്കിന്റെ എക്സാം ആണല്ലോ മാത്സ്. അതെ. എത്ര മാർക്കിനാണ് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം മൊത്തം ഉണ്ടാവും? 110 മാർക്കിനാണ് ഓപ്ഷൻ അടക്കം. അതായത് നമുക്ക് 6 എഴുതിയാൽ മതി, 5 എഴുതിയാൽ മതി എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ അടക്കം 110 മാർക്കിന് എക്സാം ചോദിക്കുന്നുണ്ട്. ഓക്കെ. ആ 110 മാർക്കിൽ നിന്നാണ് നിങ്ങൾ 80 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അല്ലെ 80-ൽ 72-ലധികം അല്ലേ? അത് അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ 2 കാര്യങ്ങൾ: 1, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ വർക്കുകളും ചെയ്ത് പഠിക്കണം; 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടിക്ക് വരെ ഒരു 60 B+A ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയും.
ഇനി ഓക്കെ, ഇനി മാത്സിൽ 11 ചാപ്റ്ററുകൾ മൊത്തം ഉണ്ട്. അതിലിപ്പോൾ ഞാൻ സാറോട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു 5 ചാപ്റ്റർ പറയാൻ പറഞ്ഞാൽ സാർ ഏതൊക്കെ ചാപ്റ്റർ? ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ്. ഏകദേശം ഒരു 12-14ഓളം മാർക്കിന് കേട്ടോ, 14 മാർക്കിന് എന്നല്ല പറഞ്ഞത്, 14ഓളം മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് പോലും ആ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. രണ്ടാമത് നമ്മൾ സർക്കിൾസിൽ വരയ്ക്കാൻ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് വരയ്ക്കാനുള്ള ഭാഗത്തുനിന്ന് ചോദിക്കും. അതേപോലെ തന്നെ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള, കോണുകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കുന്ന എല്ലാ എക്സാം പേപ്പറും നിങ്ങൾ കാണാം ഒരു ചോദ്യമാണ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി നിന്നും ഏകദേശം രണ്ടാം കൃതിയിൽ നിന്നും ഈ 10-12 മാർക്കോളം ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രികോണമിതി എന്ന ചാപ്റ്റർ നമുക്കറിയാം. ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വരും എന്ന് വരെ നമുക്കറിയാലേ. പിന്നെ അവസാന ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ട്, അതെന്തായാലും 5 മാർക്കിന് എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ്. ഇത് 4 ചാപ്റ്ററായി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിന് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഭാഗമാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് ജോമെട്രി ആൽജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും. ഈ 5 ചാപ്റ്ററിന് മാത്രമായിട്ട് ഈ 111 ഒരു 60 മാർക്കോളം, 60 അല്ല 60ന്റെ മുകളിൽ ഈ 5 പാഠങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. 60 മാർക്ക് വരെ വന്നേക്കാന്നാണ് പറയുന്നത്. ഈ ടോട്ടൽ ഓപ്ഷൻ അടക്കം 60 വരെ മുകൾ പോലും വരാം. അപ്പം ഈ 5 പാഠങ്ങളായിരിക്കണം ആദ്യം നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത്. ഈ 5 പാഠങ്ങൾ ആയിരിക്കണം എന്നാണ് സാറ് കൃത്യമായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ചില ചാപ്റ്ററുകളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ? ഇനി നമുക്ക് അധികമൊന്നും സമയമല്ലാത്തൊരു സമയം, ഇനി അങ്ങോട്ട് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്സ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കിൾസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ടാൻജൻറ്റ്, അതായത് തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വരയ്ക്കാനുള്ള ഒരു 7 ഈ 2 ചാപ്റ്ററും കൂടി 7 വരയ്ക്കാനുള്ളുണ്ട്. തൊടുവരകളും ടാൻജൻസും സർക്കിൾസും മാത്രം 7 ചോദ്യങ്ങൾ വരയ്ക്കാനുള്ളത്. അതിൽ 3 ചോദ്യങ്ങളോളം എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. 7 വരച്ച് പഠിക്കണം. ഒരു 10 മാർക്ക് അവിടെ ഉറപ്പായും ചോദിക്കും. നമുക്ക് എക്സാം പരീക്ഷ പേപ്പർ കിട്ടുന്നതിന് മുന്നേ നമുക്ക് പറയാം ഈ ചോദ്യം വരും. ഓക്കെ, വരയ്ക്കാനുള്ള ആ 2 ചാപ്റ്റർ കണക്ട് ചെയ്ത് ഒരേ സമയം പഠിക്കുക, ഒരേ സമയമായിട്ട് പഠിച്ചു വെക്കുക. ഒന്ന് 2ാം ചാപ്റ്റർ, ഒന്ന് 7 ഒന്ന് 7ാമത്തെ ആണെന്ന് തോന്നുന്നു. നമ്പർ കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് അറിയാലോ ചാപ്റ്റർ. പിന്നെ കണക്ട് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി 2ാം കൃതി സമവാക്യങ്ങളും പോളിനോമിയൽസ് എന്ന ബഹുപദങ്ങൾ, ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ കണ്ടന്റുകൾ രണ്ടും ഒന്ന് തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. രണ്ടും ഒരേ ചാപ്റ്റർ തന്നെയാണെന്ന് പറയാം. രണ്ടും ഏകദേശം ഇതിന്റെ ഒരു ചെറിയ രൂപമാണ് പോളിനോമിയൽസ്. അപ്പോൾ നമുക്ക് അത് രണ്ടും എന്ത് ചെയ്യാം, ഇത് നല്ല പഠിച്ചിട്ട് കുട്ടിക്ക് ഈ ചാപ്റ്റർ പഠിക്കണം എന്ന് തന്നെയല്ല, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു നോക്കിയാൽ മാത്രം മതി. അതേപോലെ തന്നെ കോർഡിനേറ്റ്സും ജോമെട്രി ആൻഡ് ആൾജിബ്ര, കോർഡിനേറ്റ്സ് സൂചക സംഖ്യയും അതേപോലെ ജാമിതിയും ബീജഗണിതവും, ഇത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്നിന്റെ ബാക്കി തന്നെയാണത്. അത് രണ്ട് ചാപ്റ്റർ അല്ല, രണ്ടും ഒന്നിന്റെ ബാക്കിയായിട്ട് പോകുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഈ 6 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ കഴിയും. അതേപോലെ വേഗം ക്യാച്ച് ചെയ്യാനും കഴിയും. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നമുണ്ട്, ഈ ജോമെട്രി ആൻഡ് ആൽജിബ്രയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കോർഡിനേറ്റ്സിലെ ക്വസ്റ്റ്യൻ കൂടി മിക്സ് ആക്കിയിട്ടാണ് 2 ചാപ്റ്റർ കൂടി ചേർത്തിട്ടാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ സർക്കിൾസ് പഠിക്കുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ സർക്കിൾസിന്റെ കൂടെയുള്ള തൊടുവരകൾ, ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ചേർത്തിട്ട് വേണം പഠിക്കാൻ. ഈ രീതിയിൽ അല്ലേ, സൂചക സംഖ്യകളും ജാമിതിയും ബീജഗണിതവും ഒന്നിച്ച് വേണം പഠിക്കാൻ. 2ാം കൃതി സമവാക്യങ്ങളും പോളിനോമിയൽസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും പോളിനോമിയൽസും ബഹുപദങ്ങളും, അത് ഒന്നിച്ച് വേണം പഠിക്കാൻ. ആ ഒരു പാറ്റേണിൽ വേണം പഠിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓണം, ക്രിസ്മസ്, മെയിൻ എക്സാം, മോഡൽ എക്സാം, സേ പരീക്ഷ, ഇതിൻ്റെ എല്ലാം ചോദ്യങ്ങൾ. ഈ സേ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അത് ഒരു ഇയർ തോറ്റവർക്കുള്ള പരീക്ഷയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ യഥാർത്ഥ SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് സേ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ. അതും നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ മെയിൻ ആയിട്ടുള്ള 5 ചാപ്റ്ററുകൾ സാറ് പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം ബാക്കി ചാപ്റ്ററുകൾ പഠിക്കേണ്ട എന്നല്ലാന്ന് കൊടുക്കണം. കുട്ടികളുടെ ഈ 5 മാത്രം പഠിക്കാം, അങ്ങനെയല്ല, ബാക്കിയും കൂടി പഠിക്കണം നിങ്ങൾ അല്ലേ. ഇത് കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു. ഇത് കണക്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വരച്ച് പഠിക്കാനുള്ള 7 ചോദ്യങ്ങളുണ്ട്. അതിൽ 3 എണ്ണം എന്തായാലും എക്സാമിന് ചോദിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഏറ്റവും അവസാനം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമെന്ന്
നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോന്ന് അങ്ങനെ യെസ്, എന്തായാലും ഉണ്ട്. ഉറപ്പായിട്ടും നമുക്കൊരു 30 മാർക്കോളം എക്സാമിന് ഇന്നത് വരും എന്ന് പറയാൻ പറ്റും. നമ്പേഴ്സ് മാറ്റം ഉണ്ടാവും കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റി അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ നിന്ന് ആകെ 3 ചോദ്യങ്ങളെ പഠിക്കാനുള്ളൂ. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം എന്തായാലും ചോദിക്കും. അവസാനത്തെ ഒരു ഭാഗമുണ്ട് നമുക്ക് ക്ലാസ്സസ് ആയി തിരിക്കുന്നത്. അതായത് കുട്ടികൾ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെയുള്ള ചോദ്യമുണ്ട്. അതിൽ നിന്ന് 5 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇത്ര, 20 മുതൽ 30 വരെ കിട്ടിയ കുട്ടികളുടെ ഇത്ര എന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ച് ചോദ്യം. അത് 5 മാർക്കിന് ഇന്നേ വരെ ഒരു എക്സാമിനും ചോദിക്കാതെ പോയിട്ടില്ല. എന്തായാലും ആ ചോദ്യം വരും. ഓക്കെ, അതിൽ നിന്ന് ആദ്യത്തെ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം, അതായത് നമുക്ക് ആവറേജ് കാണാൻ, അല്ലെങ്കിൽ ശരാശരി, അതേപോലെ മീഡിയൻ, ഈ 2 എണ്ണം കാണാനുള്ളൊരു ചോദ്യം. ഇതെന്തായാലും എക്സാമിന് ഒരു 7 മാർക്ക് അവിടെ ഉറപ്പാണ്. അതേപോലെ തന്നെ വരയ്ക്കാനുള്ള 3 എണ്ണത്തിൽ ഈ 3 എണ്ണം ഉറപ്പായതുകൊണ്ട് 10 മാർക്ക് അതും ഉറപ്പാണ്. പിന്നെ ആംഗിൾസ് കാണാനുള്ള, കോണുകൾ കാണാനുള്ള, നമുക്കറിയാം വൃത്തത്തിനുള്ളിൽ കുറേ കോണുകളൊക്കെ ഇങ്ങനെ തന്നിട്ട് അതിൽ മുകളിൽ 70 ആണ്, സെൻട്രൽ ആംഗിൾ എത്ര, ഇതേപോലുള്ള ഒരു 4 മാർക്കോളം നമുക്കതും വരും. പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടാണ് കുട്ടികൾ പറയുന്നൊരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. ഈ ട്രിഗണോമെട്രിയിലെ അവസാനം നമുക്കറിയാം മേൽക്കോൺ, കീഴ്ക്കോൺ, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു 5 മാർക്ക് അതും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെ നോക്കുമ്പോൾ തന്നെ ഇത്രയും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ 30 മാർക്കോളം സ്കോറായി. അപ്പം സാറ് പറയുന്നത് കേട്ട് ഞാൻ മനസ്സിലാകുന്നത്, ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കുട്ടിക്കും മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ്. ഈ ഒരു പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ്. അപ്പം കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര കുട്ടികളെന്ന് അറിയില്ല, ഒരുപാട് വ്യൂവേഴ്സുള്ള ചാനലൊന്നുമല്ല നമ്മളിത് ഇങ്ങനെ. പക്ഷേ എല്ലാ ദിവസവും ഒരുപാട് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനിയും കൂടുതൽ കുട്ടികൾ കൊണ്ടുവരുന്ന കരുതുക. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ചോദിക്കാൻ ഒറ്റ ചോദ്യം ഉണ്ടാവും, കാര്യമൊക്കെ ശരി, ഇതൊക്കെ പഠിപ്പിച്ച് തരാൻ ഇനി സാറ് ഈ ചാനൽ ഉണ്ടാവുമെന്നുണ്ട്. അതിൻ്റെ മറുപടി കൂടി പറയാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും എക്സാമിന് ഈ വരുന്ന ഉറപ്പുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാനലിലൂടെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് കാണാം. എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇനി ആരും കാത്തിരിക്കണ്ടല്ലോ, എന്നിട്ട് പഠിച്ചോട്ടെ. എന്നിട്ട് പഠിക്കാൻ പഠിച്ചു തുടങ്ങിയായി സമയമല്ല, പലരും കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഞാനിനി മാത്സിൻ്റെതാണ് പറഞ്ഞത്. ഇനി മറ്റ് സബ്ജക്റ്റുകളുടെയും ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് വരും. വീണ്ടും കാണാം. താങ്ക് യു സാർ.